ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പോണ സ്ഥലമാണ് വൻവിഹാർ നാഷണൽ പാർക്കാണ്. ഭോപ്പാലിലുള്ള ഭോപ്പാൽ നാഷണൽ പാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പോണ റൂട്ടിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലേക്കാണ് കാണുന്നത്, ലേക്ക് വ്യൂ ആണ്. അപ്പോൾ ലേക്കിൻ്റെ ഒരു സൈഡിൽ മറ്റേ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പാർക്ക്. സോ ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസ് ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. വൻവിഹാർ രാഷ്ട്രീയ ഉദ്യാനം എഴുതിയിട്ടുണ്ട്, വൻവിഹാർ നാഷണൽ പാർക്ക്. അപ്പോൾ ഉണ്ടോ, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ലേക്കാണ് കാണുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഫോറസ്റ്റ് കാണുന്നത്. അപ്പം ആ ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് മൂവ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, കുറച്ച് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുവാണ്. ഇവിടെ അങ്ങനെ മാനൊക്കെ വന്നാൽ ഇടയ്ക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് നമ്മളിത് കാട്ടുപോത്തിനെ കാണാമെന്നുള്ള ഏരിയ ആണ് ഇതാണ്. അപ്പം എല്ലാം നമ്മൾ ഈ പോയി നിൽക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ കാണുന്നില്ല, കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സോ ചിലപ്പം മനുഷ്യരുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇവറ്റകൾ വരത്തില്ല. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സിംഹത്തിൻ്റെ മടയിലേക്കാണ്. എനിവേ അവിടെ ഒരു സിംഹം റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിനെയും കാണാൻ പറ്റി. എല്ലാ ഫേസ് നമുക്ക് തരുന്നില്ല, തിരിഞ്ഞായിരിക്കുന്നത് കേട്ടോ. സോ കുറേ നേരം ട്രൈ ചെയ്ത് ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാട് ബഹളം വയ്ക്കുന്നുണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, പക്ഷെ അത് തിരിഞ്ഞ് തന്നെ ഇരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കരടിയാണ്. കരടിക്കുട്ടനും തിരിഞ്ഞ് തന്നെ ഇരിക്കുകയാണ്. അതും എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിഞ്ഞ് തന്നെ ഇരിക്കുക, അതും ഫേസ് തരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഫുള്ള് നമുക്ക് ഇതുപോലെ വേലി കെട്ടി മറ്റേ മുള്ളുകമ്പിയൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പുള്ളിപ്പുലിയാണ്, ലിയോപാഡ്. അപ്പോൾ ലിയോപാഡിനെ നമുക്ക് കാണാൻ പറ്റും, സൂം ചെയ്തിട്ട് കാണിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കാണാൻ പോകുന്നത് ടൈഗറാണ്. ടൈഗറിൻ്റെ റോൾ ഓഫ് ടൈഗേഴ്സ് ഇൻ ദ ഫുഡ് ചെയിൻ, അതിൻ്റെ പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൈഗറും എന്തോ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് ടൈഗർ ആണ്. വൈറ്റ് ടൈഗർ ആണെങ്കിലും അത് ഇച്ചിരി ദൂരത്തു നിന്നുള്ള വ്യൂ ആണ്, നമ്മൾ സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ കമഴ്ന്ന് കിടക്കുമായിരുന്നു. അത്യാവശ്യം വലിയ ടൈഗറായിരുന്നു വൈറ്റ് ടൈഗറും. സോ അങ്ങനെ നമ്മുടെ ടൈഗറിൻ്റെ സെക്ഷനും കഴിഞ്ഞു. നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് നമ്മൾ ടോട്ടോൾസിൻ്റെ ഏരിയയിലേക്ക് വന്നത്. ഇവിടെ നമ്മുടെ ഒരു കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് നമുക്ക് ഫുള്ള് ടോട്ടലും കാണാൻ പറ്റും. സോ ഇതിൽ നിറച്ചുണ്ട്. നമുക്ക് ഒരുപാട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തുന്നുണ്ട്. സൂം ചെയ്ത് കാണിക്കാം, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. സൂം ചെയ്യട്ടെ. സോ ഇതേണ്ട മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ സൈഡ് വഴിയെല്ലാം, ഈ കുളത്തിൻ്റെ സൈഡ് വഴിയെല്ലാം ചെറിയ ചെറിയ ആമകൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അതിൽ ഒരു പ്രത്യേക തരം ടെട്ടില് ഇതുപോലെ പുറത്ത് തന്നെ ഒരു കൂട്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറേ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇത് നല്ല രസമാണ്. അത് പ്രത്യേക ഇതിൻ്റെ ഒരു മുകളിൽ നല്ല ഡിസൈൻ പോലെയൊക്കെ ഉണ്ട്. സ്നേക്ക് പാർക്കിലേക്കാണ് പോണത്. സ്നേക്ക് പാർക്ക് ഇവിടെ മുഴുവൻ ഇല്ലിക്കൂട്ടമാണ്. പക്ഷെ ഞാൻ സ്നേക്ക് പാർക്കിൻ്റെ അകത്തേക്ക് പോയില്ല കേട്ടോ. ശരിക്കും എനിക്ക് സ്നേക്ക് പാർക്ക് എനിക്ക് പേടിയാണ് പാമ്പുകളെ. എനിക്ക് വീഡിയോയിൽ തന്നെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്, എന്തോ എനിക്ക് ഇഷ്ടമില്ല പാമ്പുകളെ.
അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന തിത്ലി പോയിന്റിലാണ്. ഒരു ബിഗ് ബട്ടർഫ്ലൈ ആണ് തിത്ലി പാർക്ക്. അപ്പം ഇൻസൈഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈക്കിൾ തന്നെ പല കളർ കൊടുത്തിട്ട് സൈക്കിൾ വെച്ചിട്ടാണ് ബോർഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മഴ പെയ്ത സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ അരുവികളൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ടൊരു ബോർഡ് കാണാൻ പറ്റും. ബോഡി പാർട്സ് ഓഫ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ ബോഡി പാർട്സ് ഒക്കെ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണിത്. അതുപോലെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിള്. നമ്മൾ തിത്ലി പാർക്കിൽ നിന്ന് ഇറങ്ങുവാണ്. ഒരൊറ്റ തിത്ലി പോയി കണ്ടില്ല ഗൈസ്. ആരോമല തിത്ലി വല്ലതും കണ്ടായിരുന്നോ? ഒരെണ്ണം കണ്ടോ? എന്താ കളറായിരുന്നു? ചിറക് മാത്രം. അപ്പോൾ ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ക്രൊക്കഡൈൽ ഉണ്ടെന്നാണ് പറയുന്നത്. ക്രൊക്കഡൈൽ, പിന്നെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സിനെ കാണാൻ പറ്റും. മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ വരുന്നൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ കൊക്കുകൾ അങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ മൂവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ കുറേ ഇതുപോലത്തെ ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് മാനിനെ കാണാൻ പറ്റും. പല ടൈപ്പ് ഓഫ് മാൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്പോട്ടഡ് ഡിയർ, പല ടൈപ്പ് കാണാൻ പറ്റും. ഇവിടെ ഇതുപോലത്തെ ഉള്ള വളരെ പൊക്കം കാണിഞ്ഞ നല്ല അടിപൊളി ഗ്രീൻ ഗ്രാസ് ഉള്ള ഏരിയ ആണ്. സോ നമ്മളിവിടെ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഞാനൊന്ന് കുറച്ച് ഇതുപോലെ ഒന്ന് അകത്തേക്ക് കയറി ഒന്ന് നോക്കി, കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ബേർഡ് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററിലാണ്. നമുക്ക് ഒത്തിരി മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. ഇത് ലേക്കിനോട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഇവിടെ ഇങ്ങനെ ഒരു റൂമിൽ കൂടുതലും ബേർഡ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് സുവോളജിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, സുവോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇത് പ്രയോജനമായിരിക്കും. അപ്പൊ അല്ല, ഇവിടെ എല്ലാ ബേർഡ്സും ഉള്ള ടൈപ്പ് ഉള്ള അവിടെ നമ്മൾ എപ്പോഴും അവിടെ അത് ഉണ്ടാക്കിയ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കുക. എനിക്കറിയത്തില്ല അതെങ്ങനെ ഉണ്ടാക്കിയ. അപ്പോൾ ഇതെല്ലാം പിക്ചർ കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ടാക്കിയെന്നാണ് ആരോമൽ പറഞ്ഞത്. ബേർഡ്സിൻ്റെ പാർട്സും അതുപോലെ തന്നെ മൈഗ്രേറ്ററി ബേർഡ്സും അതിൻ്റെ ബീക്ക്, ഏത് ടൈപ്പുള്ള ബേർഡ്സാണ്, അതിൻ്റെ ബീക്സ് എങ്ങനെയാണ്, അതുപോലെ ഫീറ്റ് എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആണ് സ്റ്റുഡൻസിനൊക്കെ. ഇത് ഫെദേഴ്സ് ഉണ്ട്. പല ടൈപ്പ് വളർത്തിയിരിക്കുന്ന ബേർഡ് ഹാബിറ്റാറ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേർഡ് ഹാബിറ്റാറ്റ്, ഡെസേർട്ട് ബേർഡ്സ്, CFO ബേർഡ്സ്, വെറ്റ്ലാൻഡ് ബേർഡ്സ്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ പീക്കോക്ക് ഉണ്ട്. അപ്പൊ നമ്മള് ഇത് ഒത്തിരിയാ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് നോട്ട്സ്. അതെല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്ന സമയമില്ല അല്ലേ, അതല്ലേ പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ വേറെ നോക്കും. ഇനി വൾച്ചേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മുഖത്തെത്തും. ആരവൻ ഇതെല്ലാം കണ്ടു, ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടു. എല്ലാം ടച്ച് ചെയ്ത് നോക്കി അല്ലേ. വെരി ഗുഡ്. അത് കാർഡ്ബോർഡ് കൊണ്ടാ അത് ഇളകുന്നുണ്ട്. ആരവനൊരു സംശയം ഉണ്ടായിരുന്നു ഒറിജിനൽ ആണോ എന്ന്. പിടിച്ചു നോക്കിയപ്പോ അത് ഇളകുന്നുണ്ടായിരുന്നു. തടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. സോ ഡിഫറെന്റ് വൾച്ചർ സൈറ്റ് ഇൻ MB ഒക്കെ കൊടുത്തിട്ടുണ്ട്. MBയില് വൾച്ചർ സൈറ്റ്
അടുത്ത് ഇതിൻ്റെ അകത്ത് ആനിമൽസിന്റെ സൈറ്റ് എവിടെയൊക്കെ കാണുന്നത് ഡോട്ട്സ് കാണിക്കുക. ഇത് അവരുടെ ഇത് ആ മനുഷ്യൻ കാണുക, അത് പെയിന്റ് ചെയ്ത. അപ്പൊ ഇതാ ഒത്തിരി ബേർഡ്സ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി നമ്മൾ പുറത്ത് പോവാ. ഇനി നമ്മൾ സ്റ്റെപ്പേ കയറി, ഭയങ്കര വലിയ സ്റ്റെപ്പാ, 2-3 സ്റ്റെപ്പ്. 2 ഫ്ലോർ ഉണ്ട്. നമ്മൾ മേളിൽ പോയി, ടെറസിന്റെ മേളിൽ പോയപ്പോ ടെറസിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. അങ്ങോട്ടോ നമ്മൾ സൺസെറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു വ്യൂ ആണ്. ലേക്കിന്റെ ഒരു സൈഡാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർക്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. അങ്ങനെ നേരത്തെ ഒരിക്കൽ വന്നപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ പോവാൻ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എവ്രിവനെയും നമ്മൾ വീഡിയോ കാണാൻ. താങ്ക് യു ചേച്ചിമാര്, താങ്ക് യു അങ്കിൾമാർ.